ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിൻ്റെ +1 ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രദ്ധിച്ച് കേട്ടോളൂ മക്കളെ, ചാപ്റ്റേഴ്സാണ് നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ചാപ്റ്റേഴ്സിലൂടെയും. നമ്മളിപ്പോൾ എടുക്കുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ചാപ്റ്റർ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്റർ ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കാര്യം ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ഒരുപാട് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ചാപ്റ്റർ പോകുന്നത്. യൂണിറ്റ് 2-ലുള്ള ചാപ്റ്ററാണ്, ചാപ്റ്റർ 2 ആണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ ചാപ്റ്ററിനെ കുറിച്ച്. ഇതിലെ നെറേറ്റർ എന്ന് പറയുന്നത്, ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത് ഇയാൾ തന്നെയാണ് നെറേറ്റർ. ആരാണ് പറ? ഗുപ്ത എന്ന് പറയുന്ന ആൾ നെറേറ്റർ. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ലണ്ടൻ. സ്റ്റോറി നടക്കുന്ന എവിടെയാണ്? ലണ്ടനിലാണ്. ഇറ്റ് ബിഗിൻസ് അറ്റ് 1 o'clock അറ്റ് noon. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ ഒരു സംഗതി ഒരു പരിപാടി നടക്കുന്നത്. എന്താ പരിപാടി എന്ന് വെച്ചാൽ, ദ നെറേറ്റർ മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന ആൾക്ക് വളരെ വിശപ്പ് തോന്നാണ്, ഫീൽസ് ഹംഗ്രി. ഹി ഗോസ് ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അദ്ദേഹം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകട്ടോ, വെജിറ്റേറിയൻ ഹോട്ടലില്ലേടാ, അതിലേക്ക് പോകട്ടോ. ഹി മീറ്റ്സ് എ പൂർ ഇംഗ്ലീഷ് ഗേൾ ഫ്രം ദ റെസ്റ്റോറൻറ്റ്. അദ്ദേഹം ആ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരു പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിനെ കാണുക കേട്ടോ. ആ പെൺകുട്ടിൻ്റെ പേരെന്താണ് പറ? മാഗി എന്നാണ് പേര്. എന്താ പേര്? മാഗി. ശ്രദ്ധിക്കുക, ഈസി കേട്ടോ. ഓരോ പോയിന്റും ശ്രദ്ധിച്ച് കേട്ടോളും. ചിലപ്പോൾ ചോദിക്കുക എത്ര മണിക്കാണ് മീറ്റ് ചെയ്യുന്നുള്ളൂ? 1 മണിക്ക് എന്നുള്ള ഈസി ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ കണ്ടെങ്കിൽ ന്യൂണിൻ്റെ മുന്നിൽ അറ്റ് നൂണാന്ന് വെച്ചത്, അല്ല ഇന്റർ ന്യൂൺ അല്ല. എഡിറ്റിംഗിൽ ശ്രദ്ധിക്കണം കേട്ടോ, അറ്റ് നൂണാണ് വെച്ചതുള്ളത്. അടുത്ത്, ഷീ ഹാഡ് ബീൻ വാച്ചിങ് ഹിം ഇൻ സർപ്രൈസ്. അദ്ദേഹം ഈ പെൺകുട്ടി എന്താണ്, അദ്ദേഹത്തിന് ഇങ്ങനെ സർപ്രൈസിങ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി മാഗി വാസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ആൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ഹെർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ള അവൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് മാഗിക്ക്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ കണ്ടുമുട്ടണമല്ലോ. അവൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊരു ഇന്ത്യൻ ആരോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദ ഗേൾ തോട്ട് ദാറ്റ് ഇന്ത്യ വാസ് എ ഡേഞ്ചറസ് കൺട്രി. അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഏത് ഈ ഗേൾ ആരാണ് പറ? മാഗി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോട്ടാ. ഇന്ത്യ വാസ് എ ഡേഞ്ചറസ് കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് നോക്കിക്കോ ഫീവേഴ്സ്, അസുഖങ്ങളൊക്കെ ഉള്ള, അതുപോലെ തന്നെ ടൈഗേഴ്സ് ഉള്ള, പാമ്പുകളുള്ള ഒരു വല്ലാത്തൊരു നാടാണ്. ഏത് നാട്? ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പോയിന്റ് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. ഈ പോയിന്റ് ശ്രദ്ധിച്ചു വെച്ചോളൂ, മറക്കരുത് കേട്ടോ. ഫീവേഴ്സ് എന്ന് പറയുന്ന ഈ പോയിന്റ് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നെക്സ്റ്റ്, ഷീ വാസ് അഫ്രൈഡ് ഓഫ് ഇന്ത്യ. അവൾക്ക് എന്ത് പേടിയായിരുന്നു പറ? ഇന്ത്യയെ പേടിയായിരുന്നു. അപ്പം മാഗീൻ്റെ ക്യാരക്ടറിനെ ചോദിക്കുന്ന സമയത്ത് അവൾ വിചാരിച്ച അവൾ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവൾ ഇന്ത്യയെ പേടിയായിരുന്നു പറയാൻ പറ്റും. ഹെർ ബ്രദർ ഫ്രാങ്ക് വാസ് ഇൻ ഇന്ത്യ. അവളുടെ ബ്രദർ എവിടെയാണ് പറ? ഫ്രാങ്ക് എവിടെയാണ്? ബ്രദറിൻ്റെ പേരാണ് ഫ്രാങ്ക്. ആ ഫ്രാങ്ക് എവിടെ ഉണ്ടായിരുന്നത് പറ? ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നത്. അതും ആളെ മറ്റേ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാൻ പറ്റും കേട്ടോ. മാത്രമല്ല, ഹി വാസ് എ സോൾജിയർ അല്ലേ? ഈ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളില്ലേടാ, അയാൾ ആരായിരുന്നു പറ? ഒരു സോൾജർ ആയിരുന്നു കേട്ടോ. പോയിന്റ് മറക്കരുത്. അദ്ദേഹം ഒരു സോൾജർ ആയിരുന്നു. ആര്? മാഗിന്റെ ബ്രദർ ഇല്ലേടാ ഫ്രാങ്ക്, അയാൾ ഒരു സോൾജർ ആയിരുന്നു എന്ന്. നത്തിങ് മോർ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് ഈ ഇന്ത്യയിലുള്ള ആരാടാ? സോൾജർ ആയിട്ടുള്ള ഫ്രാങ്ക് ഇല്ലേ, അവൻ ഇന്ത്യയിലാട്ടോ. അവനെ കുറിച്ചൊന്നുമില്ല, കുറേ കാലങ്ങളായിട്ട് ഒരു വാർത്തയില്ല. മാഗി ആൻഡ് ഹെർ മദർ വേർ വറീഡ്. ആ വാർത്ത, അവളുടെ അടുത്തൊരു വാർത്ത ഇല്ലാത്ത കാരണത്താൽ തന്നെ, ശ്രദ്ധിച്ച് കേട്ടോ, ഹി വാസ് എ സോൾജർ. എവിടെയാണ് പറ? ഇനി ഇന്ത്യയിലാട്ടോ സോൾജർ, മറക്കരുത്. അവൻ്റെ അടുത്തൊരു വാർത്ത വരാത്ത കാരണത്താൽ ഈ മാഗീൻ്റെ മദർ ഉണ്ട്, അതുപോലെ മാഗി വളരെ വറീഡായിരുന്നു. ദേ ഡോണ്ട് നോ, അവർക്കറിയില്ല വാട്ട് ഹാപ്പൻ ടു ഹിം, എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. ആർക്ക്? ഫ്രാങ്കിന് എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് അറിയില്ല കേട്ടോ. നെക്സ്റ്റ്, സോ മാഗി വാസ് സെർച്ചിങ് ഫോർ എൻ ഇന്ത്യൻ. ഒരു ഇന്ത്യക്കാരന് വേണ്ടിയിട്ട് ഇങ്ങനെ മാഗി സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ടു ക്ലാരിഫൈ ദെയർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ഇന്ത്യക്കാരനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആര് നടക്കുകയാണ്? മാഗി നടക്കുകയാണ്. മാഗി ആസ്ക്സ് മിസ്റ്റർ ഗുപ്തനോട് മാഗി ചോദിക്കുകയാണ്, എന്തെന്നറിയോ? വെദർ ഹി വാസ് എ വെജിറ്റേറിയൻ ടു അല്ലേ, നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ? ഫിറ്റ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഹി വാസ് എ യോഗി അല്ലേ. എന്താണ് ഈ വെജിറ്റേറിയൻ? ഈ ഹോട്ടലിൽ വെച്ചിട്ടാണല്ലോ കണ്ടുമുട്ടുന്നത്. ആരെ? വെജിറ്റേറിയൻ ഹോട്ടലിൽ വെച്ചിട്ടാണല്ലോ മാഗി ആരെ കണ്ടുമുട്ടുന്നത്? ഗുപ്തേനെ കണ്ടുമുട്ടുന്നത് അല്ലേ. അപ്പോൾ ഗുപ്തനോട് ചോദിക്കുകയാണ്, നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? എന്തിനാണെന്നറിയോ? ടു ഫൈൻഡ് ഔട്ട് ഓഫ് ഹി വാസ് എ യോഗി. അയാളൊരു യോഗിയാണോ? യോഗി എന്നൊക്കെ നമ്മൾ സന്യാസി എന്നൊക്കെ പറയില്ലേ, ഈ സന്യാസി ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം നിങ്ങൾ വെജിറ്റേറിയൻ ആണല്ലോ കഴിക്കുന്നത്, വെജിറ്റബിൾസ് ആണല്ലോ കഴിക്കുന്നത്. സോ നിങ്ങളൊരു യോഗിയാണോ ഒരു സന്യാസിയാണോ അറിയാൻ വേണ്ടിയിട്ട് ഇവൾ ചോദിക്കുക കേട്ടോ. ശ്രദ്ധിക്കാരോട്? ഗുപ്തനോട്. ഷീ ഹാഡ് ഹേർഡ് ദാറ്റ്. അവൾ കേട്ടിട്ടുണ്ട് ദാറ്റ് യോഗീസ് ആർ വെജിറ്റേറിയൻസ്. കാര്യം എന്താണ്? ഈ സന്യാസിമാർ വെജിറ്റേറിയൻസ് എന്ന് ആര് കേട്ടിട്ടുണ്ട്? ഈ മാഗി കേട്ടിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് മാജിക്കൽ പവേഴ്സ്. ഈ
സന്യാസിമാർക്ക് മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അല്ലേ, ഇന്ത്യയിൽ അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ, ഞാനൊരു യോഗിയാണ് അല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കഴിവുള്ള ഒരാളാന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണോ ആരെന്ന് ഗുപ്ത എന്ന് വിചാരിക്കാൻ വേണ്ടി അല്ലേ, വിചാരിച്ചുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. കാര്യം എന്താണ്, ഗുപ്ത കഴിക്കുന്നത് വെജിറ്റബിൾസ് ആണ്, വെജിറ്റേറിയൻ ആണ്. സോ വെജിറ്റേറിയൻസ് കഴിക്കാറ് ആരാണ് പറ, യോഗീസ് ആണ്. ഒരു യോഗിയാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, മാഗി ഇൻവൈറ്റ്സ് മിസ്റ്റർ ഗുപ്തനെ ഇൻവൈറ്റ് ചെയ്യാണ് ടു ഹർ ഹൗസ്, അവളുടെ വീട്ടിലേക്ക്. ആൻഡ് ഹി അക്സെപ്റ്റ്സ് ഹർ ഇൻവിറ്റേഷൻ. അങ്ങനെ ഓള് പിന്നെ മാഗിനെ എവിടേക്ക് ക്ഷണിക്കാടെ പറ, മാഗീനെ ഗുപ്തേൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഗുപ്ത പറയണം ഓക്കെ ഞാൻ വരാമെന്ന് പറയാണ്. ഹി വിസിറ്റ്സ് ഹർ ഹൗസ് വിത്ത് അല്ലേ, അവളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യാണ് പറ, ഗുപ്ത അവളുടെ കൂട്ടത്തിൽ മാഗീൻ്റെ കൂട്ടത്തിൽ മാഗീൻ്റെ വീട് സന്ദർശിക്കുകയാണ്. ഈ ഗുപ്തക്ക് ഒരു റീസണും കൂടെ ഉണ്ട്, പോളുടെ റീസൺ ഉണ്ട്. എന്താണ്, ഗുപ്ത എന്ന് പറയുന്നത് എവിടെയാണ്, ഒരു പിന്നെ ലണ്ടനിലാണല്ലോ ഗുപ്ത നിലവിലുള്ളത്. അവിടെ ഒരു സിവിൽ ഓഫീസിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, ഗുപ്ത വർക്ക് ചെയ്യുന്നത്. സോ പാവപ്പെട്ട അല്ലേ, ഒരു ലണ്ടനിലുള്ള പാവപ്പെട്ട ഒരു പോർ ഫാമിലിനെ കുറിച്ച് അറിയാൻ ആർക്കും ഓൾറെഡി ഒരു ആങ്സൈറ്റി ഉണ്ട്, ഗുപ്തക്ക് ആങ്സൈറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടത്തിൽ ഗുപ്ത ആരെ കൂട്ടത്തിൽ പോവാണ്, മാഗീൻ്റെ കൂട്ടത്തിൽ പോവാട്ടോ. ഈസി. മാഗി ഇൻട്രൊഡ്യൂസസ് മിസ്റ്റർ ഗുപ്ത. മാഗി ഈ മിസ്റ്റർ ഗുപ്തനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ആർക്ക്, ടു ഹർ മദർ. ആ മദറിന്റെ പേര് പഠിച്ചോളൂ, മിസ്സിസ് ക്ലിഫോർഡ് എന്നാട്ടോ. ഈ മിസ്സിസ് ക്ലിഫോർഡിന്റെ ഹസ്ബൻഡ് മരിച്ചിരിക്കണം. അപ്പോൾ ഒരു വിഡോ ആണ് ആര്, ഈ മിസ്സിസ് ക്ലിഫോർഡ് എന്ന് പറയുന്ന ആരാണ് പറ, ഒരു വിഡോ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാല്ലേ, ഭർത്താവ് മരിച്ച പെണ്ണിനെ നമ്മളെന്ന് പറയാം വിഡോ എന്ന് പറയാം. ആണാണെങ്കിൽ ഇനി വിഡോവർ എന്നാ പറയാം കേട്ടോ. ശ്രദ്ധിക്കാം, ഭർത്താവ് മരിച്ച ആണല്ല, ഭാര്യ മരിച്ച ആണാണെങ്കിൽ അതിനെന്താ പറയാ, വിഡോവർ ട്ടോ. ശ്രദ്ധിക്കാം. ആക്ച്വലി ഹർ മദർ വാണ്ടഡ് ടു മീറ്റ് ആൻ ഇന്ത്യൻ. അവളെ അമ്മയും കാത്തുക്കാണ് ഒരു ഇന്ത്യക്കാരനെ കാണാൻ വേണ്ടി. എന്തിന്, ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്, സത്യം മനസ്സിലാക്കാൻ, അബൌട്ട് ദ സ്റ്റോറീസ് ഷീ ഹാഡ് ഹേർഡ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് അമ്മ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു ഇന്ത്യക്കാരനെ കിട്ടാൻ വേണ്ടി കാത്തുക്കാണ് അമ്മയും ട്ടോ. ശ്രദ്ധിച്ചോളൂ. ദേ ബിലീവ്ഡ് ദാറ്റ്, അവർ വിശ്വസിച്ചു, ഇന്ത്യ വാസ് എ ഡേഞ്ചറസ് കൺട്രി ഫുൾ ഓഫ് ടൈഗർ, സ്നേക്സ് ആൻഡ് പറ കണ്ടാ ഫീവേഴ്സ്, അസുഖങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹി സേസ്, അദ്ദേഹം പറയാട്ടോ, ഇന്ത്യ ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി, ഇന്ത്യ മനോഹരമായ രാജ്യമാണ്. ആൻഡ് സേഫ് ടു ലീവ് അല്ലേ, താമസിക്കാൻ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഇന്ത്യ. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് ആർ ജംഗിൾസ്, ആകെ ഇവിടെ ഉള്ള കാട്ടിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. മാഗി ആൻഡ് മിസ്സിസ് ക്ലിഫോർഡ് were very glad to hear this news, happy news. ഈ വാർത്ത കേട്ടപ്പോൾ മാഗിക്കും മിസ് ക്ലിഫോർഡിനും എന്തായി പറ, വളരെ സന്തോഷമായി. കാര്യം എന്താണ്, ഇവരെ മകൻ എവിടെ ഉണ്ട് പറ, എവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ടല്ലോ, അവനെ കുറിച്ചൊരു വാർത്തയില്ല. ഇവിടെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവരെ കേട്ടറിവിൽ എന്താണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയാണ്. ബട്ട് ഗുപ്ത പറഞ്ഞിട്ട് ഇന്ത്യ ഒരു ബ്യൂട്ടിഫുൾ കൺട്രി ആണെന്നുള്ളത് കേട്ടോ. ശ്രദ്ധിക്കാം. ദ ലിവിങ് കണ്ടീഷൻ ഓഫ് മാഗി ആൻഡ് ഹെർ മദർ വാസ് വെരി പുവർ. നിലവിലുള്ള അവരുടെ ജീവിത കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ഒരു അവസ്ഥയാണ്. മാഗീസ് മദർ വാസ് മേക്കിംഗ് കേക്ക്സ് വെൻ ദേ reached there അല്ലേ, when they reached അല്ലേ, മാഗീൻ്റെ അമ്മ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയായിരുന്നു. ആര് വന്നപ്പോൾ, മിസ്റ്റർ ഗുപ്തയും അതുപോലെ തന്നെ മാഗിയും കൂടെ വീട്ടിൽ വന്നില്ലേ. ആ സമയത്ത് അമ്മക്ക് എന്തായിരുന്നു പണി, കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. She baked cakes and sold them for living. അവർ കേക്ക് ഉണ്ടായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്. മാഗീസ് മദർ ടെൽസ് ഹിം അബൌട്ട് ഹെർ സൺ ഫ്രാങ്ക്. അങ്ങനെ മാഗീൻ്റെ അമ്മ എന്ത് ചെയ്യാണ്, സ്വന്തം മകനെ കുറിച്ച് ഗുപ്തനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹി വാസ് എ സോൾജിയർ, ഹി വാസ് ഇൻ പഞ്ചാബ്. അവൻ എവിടെയുള്ളത് പറ, പഞ്ചാബിലാണുള്ളത് എന്നാ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. വർഷങ്ങളായിട്ടല്ലേ, കാലങ്ങളായിട്ട് അവൻ്റെ അടുത്ത് ഒരു വാർത്തയില്ല. ഫ്രാങ്ക് ഹാഡ് സെൻഡ് ദം എ ക്രിസ്റ്റൽ റിംഗ് ഫ്രം ഇന്ത്യ. ഫ്രാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ, ഒരു ക്രിസ്റ്റൽ റിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്ക്, അമ്മക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ, അയച്ചിട്ടുണ്ടായിരുന്നു. ദേ ബിലീവ്, അവർ വിശ്വസിക്കുന്നു, ദാറ്റ് ഇറ്റ് ഈസ് എ മാജിക് റിംഗ്. അതെന്താണ് പറ, ഒരു മാജിക് റിംഗ് ആണെന്ന് ഇവർ വിശ്വസിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രാങ്ക് ഹാഡ് റിട്ടൺ ദാറ്റ് ദ റിംഗ് വാസ് ഗിവൺ ടു ഹിം ബൈ എ യോഗി. ഈ റിംഗ് കൊടുത്തിട്ടുള്ള ഒരു യോഗി, ഒരു സന്യാസി കൊടുത്തിട്ടുള്ള ഒരു റിംഗ് ആണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ഫ്രാങ്ക് ചങ്ങായി പറഞ്ഞിട്ടുണ്ട്. ആരോട്, അമ്മനോട് പറഞ്ഞിട്ടുണ്ട് ഈ കത്തിലിട്ടോ. ദ യോഗി ഹാഡ് ടോൾഡ് ദാറ്റ്, ആ യോഗിയിലെ സന്യാസി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദാറ്റ് ദ റിംഗ് വാസ് എ മാജിക്കൽ വൺ. ഈ റിംഗ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ വൺ ആണ്. ആ മാജിക്കിന്റെ റീസൺ കേട്ടോളൂ കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇഫ് സംബഡി ലുക്ക്ഡ് ഇൻടു ദ റിംഗ് തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് ഈവൻ
far away. നിങ്ങൾ ദൂരത്തുള്ള ഒരാളെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാണ് പറ ആലോചിച്ചുകൊണ്ട് അതിൽ ആ റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ he could see ആ നോക്കുന്ന കാണാൻ പറ്റുന്ന person and what he was doing ല്ലേ ആ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചൊരു വ്യക്തി ഉണ്ടാവില്ലേ ആ വ്യക്തിനെ നിങ്ങൾ ദൂരത്തുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആ റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിനെ കാണാൻ പറ്റും കേട്ടോ and what he was doing അയാൾ എന്താ ചെയ്യുന്നതെന്ന് വരെ കാണാൻ പറ്റും even though it was a superstition അതൊരു അന്ധവിശ്വാസമായിരുന്നു they believed it അവർ വിശ്വസിച്ച ഒരു അന്ധവിശ്വാസമായിരുന്നു കാര്യം അവിടെ അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം ചിലപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവും സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവില്ലേ അല്ലേ ഈ ചാപ്റ്ററിലായിട്ട് ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അന്ധവിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും എന്താടാ പറ ഫ്രാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു റിങ് അയച്ചിട്ടുണ്ടായിരുന്നു ആ റിങ് അയച്ച സമയത്ത് അവന് എഴുതിയിട്ടുണ്ട് ഒരു യോഗി അയച്ച റിങ്ങാന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ ആ യോഗി അയച്ച റിങ്ങിൽ യോഗി പറഞ്ഞിട്ടുണ്ട് ഒരു മാജിക്കൽ റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താണ് അവർ വിശ്വസിച്ചത് എന്താണ് പറ ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടി പറ ഇഫ് സംബഡി ലുക്ക്ഡ് ഇൻടു ദ റിംഗ് തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഈവൻ far away അല്ലേ he could see the person and what he was doing എന്ന് പറയുന്ന സാധനം അല്ലേ ഇതാണ് ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ മാത്രമല്ല they have concentrated upon the ring again and again to see Frank അവരെന്ത് ചെയ്തിട്ടുണ്ട് പറ കോൺസെൻട്രേറ്റഡ് upon അല്ലേ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പറ the ring again and again to see ഫ്രാങ്കിനെ കാണാൻ വേണ്ടി ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട് കേട്ടോ because there was no news from Frank for a long time കാര്യം എന്താണ് ഫ്രാങ്കിനെ കുറിച്ച് ഒരുപാട് കാലമായിട്ട് ഒരു വാർത്തയില്ലല്ലോ but they haven't been able to see anything പക്ഷെ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല ഇന്ന് ഇവർ ഫ്രാങ്കിനെ കാണാൻ പറ്റിയിട്ടില്ല they believe പിന്നെ അവർ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ കാണാൻ പറ്റാണ്ടായപ്പോൾ അവർ വിശ്വാസം ചെറുതായിട്ടൊന്ന് മാറ്റി എന്താ അറിയോ if an Indian looked into the ring ഒരു ഇന്ത്യക്കാരൻ നോക്കുകയാണെങ്കിൽ തിങ്കിങ് ഓഫ് ഫ്രാങ്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ ഫ്രാങ്കിനെ കുറിച്ച് ചിന്തിച്ചായിട്ട് ഒരു ഇന്ത്യക്കാരൻ ഈ മോതിരത്തിൽ നോക്കുകയാണെങ്കിൽ ഹി ക്യാൻ സീ അയാൾക്ക് കാണാൻ പറ്റും എന്ത് ഫ്രാങ്ക് ആൻഡ് വാട്ട് ഹി ഈസ് ഡൂയിങ് എവിടെയാണ് ഫ്രാങ്ക് അല്ലെങ്കിൽ ഫ്രാങ്കിനെ കാണാൻ പറ്റും അവൻ എന്താ ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പൊ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് 2 ഒന്നെന്താണ് റിങ്ങിൽ നോക്കിയാൽ മനസ്സിൽ ആര് വിചാരിച്ചാലും കാണാൻ പറ്റും അല്ലേ രണ്ടാമത്തെ അന്ധവിശ്വാസം എന്താണ് ഒരു ഇന്ത്യക്കാരനേക്ക് നോക്കുകയാണെങ്കിൽ പറ ആ ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ നിന്ന് കൊടുത്തയച്ച റിംഗ് ആണല്ലോ അപ്പോൾ ഫ്രാങ്കിനെ കാണാൻ പറ്റും അയാൾ എന്താ ചെയ്യുന്നത് കാണാൻ പറ്റും എന്നുള്ള അടുത്ത് നോക്കൂ മിസ്റ്റർ ഗുപ്ത ഓൾസോ കുഡിന്റ് സീ എനിത്തിങ് ഇൻ ദ റിംഗ് ഈ മിസ്റ്റർ ഗുപ്തക്കും ഇതിലൊന്നും കാണാൻ പറ്റില്ല ഈ റിംഗിൽ ഇട്ടോ ദ റിംഗ് വെൻ ഹി ട്രൈ ടു അക്കോർഡിംഗ് ടു ദെയർ റിക്വസ്റ്റ് അവരുടെ റിക്വസ്റ്റ് കാരണത്താൽ ഈ ഗുപ്തയ്ക്ക് ഇങ്ങനെ നോക്കിയില്ലേ അല്ലേ പക്ഷെ ഗുപ്തക്കൊന്നും കാണാൻ പറ്റിയില്ല ആക്ച്വലി ദർ വാസ് നോ ന്യൂസ് ഫ്രം ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം യഥാർത്ഥത്തിൽ ഈ ഫ്രാങ്കിൻ്റെ അടുത്ത് ഒരുപാട് കാലമായിട്ട് ഒരു ന്യൂസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ദ ഓൺലി ന്യൂസ് ദാറ്റ് ദ ഗെറ്റ് ഫ്രം ഇന്ത്യ വാസ് ഫ്രാങ്ക് വാസ് ഫൈറ്റിംഗ് ഇൻ ദ പഞ്ചാബ് ആകെയുള്ളൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിൽ എന്ത് ചെയ്യുന്നത് ഒരു യുദ്ധത്തിൽ ആരും ഏർപ്പെട്ടിട്ടുണ്ട് പിന്നെ ഫ്രാങ്ക് ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ ആഫ്റ്റർ റിസീവിംഗ് ദിസ് ന്യൂസ് ഫ്രം മിസ് ക്ലിഫോർഡ് ബിക്കെയിം എ പേഷ്യൻ്റ് അല്ലേ ആഫ്റ്റർ റിസീവിംഗ് ദിസ് ന്യൂസ് ഫ്രം ന്യൂസ് അല്ലേ ഈ ഒരു വാർത്ത കേട്ട് ആരാണ് പഞ്ചാബിൽ ഫ്രാങ്ക് യുദ്ധത്തിലാണെന്നുള്ളൊരു വാർത്ത കേട്ട സമയം അന്ന് അത് ആ ഒരു വാർത്ത കേട്ടതിന് ശേഷം മിസ് ക്ലിഫോർഡ് ബിക്കെയിം എ പേഷ്യൻ്റ് അതിൻ്റെ ശേഷമാണ് മിസ് ക്ലിഫോർഡ് എന്തായത് പറ ഒരു പേഷ്യൻ്റ് ആയത് മാറിയതെന്ന് അപ്പോൾ ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും എപ്പോഴാണ് മിസ് ക്ലിഫോർഡ് എന്തായത് പറ പേഷ്യൻ്റ് ആയത് മാറിയത് എപ്പോഴാണ് പറ when she gets a letter അല്ലെങ്കിൽ ന്യൂസ് ഫ്രം ഇന്ത്യ ദാറ്റ് പറ ദാറ്റ് എന്താണ് പറ ഫ്രാങ്ക് വാസ് ഫൈറ്റിംഗ് ഇൻ ദ പഞ്ചാബ് ഫ്രാങ്ക് എവിടെയാണ് പറ പഞ്ചാബിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഓക്ക് അസുഖമായി വന്നത് കേട്ടോ അടുത്ത് നോക്കിക്കോളൂ her condition became more serious because of her thought about her son അവളുടെ മകനെ കുറിച്ചുള്ള തന്റെ ചിന്ത ഇങ്ങനെ കൂടിയ സമയത്ത് വിഷമം ഇങ്ങനെ കൂടി വന്നിട്ടോ മാഗി വാസ് unable to go to work because of her mother's serious condition അമ്മയുടെ ഈ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ കാരണത്താൽ മാഗിക്കൊന്നും മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറ്റണില്ല മാഗി എന്താണ് ഒരു ഓഫീസിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം കേട്ടോ ശ്രദ്ധിച്ചോളൂ Maggie writes to Mr. Gupta. Maggie Mr. Gupta അയക്കാണ് about this situation and invites him to her house. അങ്ങനെ വീണ്ടും എന്താണ് മാഗിയിലെ ഗുപ്തനെ വീണ്ടും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. when Mr. Gupta visits Maggie's house മാഗിന്റെ വീട് മിസ്റ്റർ ഗുപ്ത സന്ദർശിച്ച സമയത്ത് മാഗി makes a request to him. മാഗി ഗുപ്തനോട് ഒരു റിക്വസ്റ്റ് ചെയ്യാണ് എന്താ അറിയോ she requests him to gaze into the ring ആ റിംഗിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ and tell her mother അമ്മനോട് പറയണം that Frank is alive ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അമ്മനോട് പറയണം പച്ചന്നുണ പറയാൻ പറഞ്ഞു ആര് പറഞ്ഞു പറ ആര് പറഞ്ഞു മ്യാവൂ അല്ലേ ആരാ പറഞ്ഞു പറ ലൈക്ക്
യെസ് മാഗി പറഞ്ഞു കൊടുത്തു. ആരോട് പറ? ഗുപ്തനോട്. എന്ത് പറ? ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാൻ മാത്രമല്ല, ആൻഡ് വെൽ, ഓൻ ഉഷാറാണ്, ഒരു കുഴപ്പമില്ല. ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദ റിംഗ്, അല്ലേ, ഒന്നും ഈ റിങ്ങിൽ കാണുന്നില്ലെങ്കിലും നിങ്ങൾ പറയണം, അമ്മനോട് പറയണം. എന്താ അറിയോ? ഈ മിസ്സിസ് ക്ലിഫോർഡിനോട് പറയണം, പിന്നെ ഫ്രാങ്ക് പൊള്ളിയാണ്, ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ശ്രദ്ധിക്കുക. ഇഫ് മിസ്റ്റർ ഗുപ്ത ടെൽസ് ദിസ്, അല്ലേ, ഈ മിസ്റ്റർ ഗുപ്ത ഇത് അമ്മനോട്, ഗുപ്ത അമ്മനോട് പറയണം. ആരോട് പറയണം? മിസ് ക്ലിഫോർഡിനോട് പറയുകയാണെങ്കിൽ ദാറ്റ് ഫ്രാങ്ക് ഈസ് അലൈവ്, അമ്മ ഈ ഫ്രാങ്ക് ജീവിച്ചിരിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഓൻ ഉഷാറാന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് വിൽ ഹെൽപ്പ് ഹർ, അത് അവളെ സഹായിക്കും. എന്തിന്? ടു റിക്കവർ. ഈ അസുഖം പിടിച്ചു കിടക്കണ അമ്മല്ലേ, അമ്മനെ അതിന് റിക്കവർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സഹായിക്കും കേട്ടോ. ദ റിംഗ് വാസ് സോ സ്പെഷ്യൽ ടു മിസ് ക്ലിഫോർഡ്. ശരിക്കും അമ്മക്ക് എന്താണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് പറ? ഈ മകന് കൊടുത്തയച്ചുള്ള റിങ്. അല്ലേലും അമ്മമാർക്ക് മക്കളോട്, ആൺകുട്ടികളോട് ഒരു പ്രത്യേക ഒരു സ്നേഹമെന്ന് ഒരു പറച്ചിലുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ബിക്കോസ് ഇറ്റ് വാസ് സെൻഡ് ബൈ ഹർ സൺ ഫ്രാങ്ക്. അല്ലേ, കാര്യം എന്താണ്? സ്വന്തം മകൻ, അല്ലേ, ഫ്രാങ്ക് എവിടുന്ന് അയച്ചാണ് പറ? ഇന്ത്യയിൽ നിന്ന് അയച്ചാണല്ലോ. മിസ്റ്റർ ഗുപ്ത ഡിഡ് അക്കോർഡിംഗ്ലി ആൻഡ് ഇറ്റ് ദിസ് മെയ്ഡ് മിസ് ക്ലിഫോർഡ് റിക്കവർ ഫ്രം ഇൽനെസ്. അല്ലേ, ശ്രദ്ധിക്കുക. അങ്ങനെ ഈ മറ്റേ മാഗി പറഞ്ഞ കാരണത്താൽ ഗുപ്ത എന്ത് ചെയ്തു? അമ്മനോട് പറഞ്ഞു, ഫ്രാങ്ക് ഒരു കുഴപ്പമില്ല, സെറ്റാണ്, ഫ്രാങ്ക് സെറ്റാന്ന് പറഞ്ഞപ്പോഴേ അമ്മ വളരെ ഹാപ്പി ആയിട്ടോ. ശ്രദ്ധിക്കുക. അവൾ എന്ത് ചെയ്തു പറ? ക്ലിഫോർഡ് റിക്കവർ ഫ്രം ദി ഇൽനെസ്. അമ്മ എന്ത് ചെയ്തു? അസുഖത്തിൽ നിന്ന് ഇങ്ങനെ റിക്കവർ ചെയ്യാൻ വേണ്ടി തുടങ്ങിട്ടോ. ലേറ്റർ, പിന്നീട് മിസ്റ്റർ ഗുപ്ത വാസ് അഷേംഡ് ടു ഫേസ് മിസ്റ്റർ ക്ലിഫോർഡ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് പറ? പിന്നീട് മിസ്റ്റർ ഗുപ്തക്ക് ആകെ ഷെയിം ആകുന്നുണ്ട് ടു ഫേസ് മിസ് ക്ലിഫോർഡ്. ഈ മിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഒരു നാണക്കേട് ഉണ്ടാകുന്നുണ്ട്. കാര്യം പച്ച നുണയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് ബിഫോർ വെൻ ഹി ടോൾഡ് ഹെർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. അല്ലേ, അമ്മനോട് പറഞ്ഞില്ലടാ. ബിക്കോസ് അതിന് കാരണം കേട്ടോ, ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ്. ഫ്രാങ്ക് ഓൾറെഡി യുദ്ധത്തിൽ ഹാഡ് ഡെഡ് എന്നല്ല പറഞ്ഞ, ഹാഡ് ബീൻ ഡെഡ്, കൊല മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ബൈ സംബഡി എൽസ്. യുദ്ധത്തിലല്ലേ. നോക്കൂ, സം ഡേയ്സ് അഗോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. എപ്പോ? വെൻ ഹി ടോൾഡ് ഹെർ, അവൻ അമ്മനോട് പറഞ്ഞില്ലേ, ഹി വാസ് അലൈവ് ആൻഡ് വെൽ. അല്ലേ, അമ്മനോട് അവൻ പറഞ്ഞില്ലേ, മറ്റേ ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നുണ്ട്, സൂപ്പറാന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആര് മരിച്ചിട്ടുണ്ട്? ഫ്രാങ്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, അതുകൊണ്ട് തന്നെ അമ്മനെ ഫേസ് ചെയ്യാൻ ശരിക്കും ആർക്കും മടിയുണ്ട്? ഗുപ്തക്ക് മടിയുണ്ട് കേട്ടോ. ഹി വാസ് ബറീഡ് ഇൻ ഇന്ത്യ. എവിടെ മറ ചെയ്തിട്ടുണ്ട് പറ? ഫ്രാങ്കിന് ഇന്ത്യയിൽ മറവ് ചെയ്തിട്ടുണ്ട്. സിൻസ് മിസ്റ്റർ ഗുപ്ത ഹാഡ് ടോൾഡ് മിസ് ക്ലിഫോർഡ് എ ലൈ ഹി വാസ് അഷേംഡ് ടു ഫേസ് ഹെർ. അല്ലേ, വീണ്ടും പറയാട്ടോ, ആ കള്ളം പറഞ്ഞതിന് ശേഷം പിന്നെന്ത് ചെയ്യാണ് പറ? മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാനേ ഗുപ്തക്ക് ഒരു മടിയാട്ടോ. ശ്രദ്ധിക്കാം. വെൻ മിസ്റ്റർ ഗുപ്ത റിട്ടേൺസ് ടു ഇന്ത്യ, അല്ലേ, when Mr. Gupta returns to India, Maggie visits him. അപ്പോൾ ഗുപ്ത ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വീണ്ടും മാഗി വരികയാണ്. ആരെ കാണാൻ? ഗുപ്തനെ കാണാൻ കേട്ടോ. കഴിഞ്ഞു, ഇത്രയും ഉള്ളൂ, പോയിന്റ് കഴിഞ്ഞിട്ടോ. ഷീ ഗിവ്സ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത. അങ്ങനെ മിസ്റ്റർ ഗുപ്തക്ക് ഞാൻ ഒരു ഷില്ലിംഗ് കൊടുക്കുക കേട്ടോ. എന്തിനാ അറിയോ? ടു ബൈ ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. ടു പ്ലേസ് ദ ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ്. എന്നിട്ട് എവിടെ വെക്കണം പറ? ബ്രദറിന്റെ ഗ്രേവിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം എന്ന് പറയാട്ടോ. അറ്റ് ഫസ്റ്റ് തുടക്കത്തില് മിസ്റ്റർ ഗുപ്ത തിങ്സ് ടു ഗീവ് ബാക്ക് ദ ഷില്ലിംഗ് ടു മിസ് മാഗി. അല്ലേ, മിസ് മാഗി ഇല്ല, മാഗിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് പറ? ഇവൻ ആഗ്രഹിക്കുകയാണ്. കാര്യം എന്താണ്? ബിക്കോസ് മാഗി ഈസ് എ പുവർ ഗേൾ. മാഗി ഒരു പാവപ്പെട്ട കുട്ടിയല്ലേ, എന്തിനാണ് അതിന്റെ പൈസ മേടിക്കേണ്ട ആവശ്യം ആര് കരുതുകയാണ്? മിസ്റ്റർ ഗുപ്തനെ കരുതി തിരിച്ചു കൊടുക്കാൻ നിൽക്കുക കേട്ടോ. ഹി നോസ്, അവൻക്കറിയാം, ടു ഏൺ എ ഷില്ലിംഗ്, ഒരു ഷില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷി ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. അവൾക്ക് കുറേ പണിയെടുക്കണം. ഷി ഏൺഡ് ദാറ്റ് ഷില്ലിംഗ് വിത്ത് സോ മച്ച് ഹാർഡ് വർക്ക്. ഓക്ക് ആ ഒരു ഷില്ലിങ്ങിനെ കിട്ടിയത് എന്താണ് പറ? ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതാട്ടോ. ശ്രദ്ധിച്ചോളൂ. ബട്ട് ഹി ഫീൽസ്, അദ്ദേഹത്തിന് തോന്നാണ്, ഇറ്റ് വിൽ ഡിപ്രൈവ്, കവരാൻ പറ്റും, ദ ഗേൾ, ആ പെൺകുട്ടീനെ, അല്ലേ, ഓഫ് ജോയ് ഓഫ് സാക്രിഫൈസ്. അവൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണല്ലോ അതല്ലേ. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷം കിട്ടും. ഷീ വാസ് മേക്കിംഗ് ഫോർ ഹെർ ബ്രദർ. കാര്യം ബ്രദറിന് വേണ്ടിയിട്ടുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലേ, അതൊന്ന് മേടിച്ചാൽ അവൾക്ക് സന്തോഷം കിട്ടും. ആർക്ക് മനസ്സിലായി പറ? ഗുപ്തക്ക് മനസ്സിലായി. സോ മിസ്റ്റർ ഗുപ്ത ഡിസൈർഡ് ടു റിസീവ് ദ ഷില്ലിംഗ്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗുപ്ത ആ പൈസ തിരിച്ചു അങ്ങോട്ട് മേടിക്കാൻ തീരുമാനിച്ചു. ഫ്രം മാഗി ടു മേക്ക് ഹർ ഹാപ്പി, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടോ. നോയിക്കോളൂ. മിസ്റ്റർ ഗുപ്ത ഗീവ്സ് എ പ്രോമിസ്. മിസ്റ്റർ ഗുപ്ത ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ടു മാഗിക്ക് ദാറ്റ് ഹി വിൽ വിസിറ്റ് ദ ഗ്രേവ് ഓഫ് ഹർ ബ്രദർ ഇൻ ഇന്ത്യ ആൻഡ് പ്ലേസ് ദ ഫ്ലവേഴ്സ്
ഫ്ലവേഴ്സ് ഓൺ ഹിസ് ഗ്രേവിലെ ഇവന് തീർച്ചയായിട്ടും ഫ്രാങ്കിൻ്റെ ഗ്രേവിൽ ആര് വിസിറ്റ് ചെയ്യും പറ? മിസ്റ്റർ ഗുപ്ത വിസിറ്റ് ചെയ്യുന്നു. മാത്രമല്ല അവിടെ കൊണ്ടുപോയി ഫ്ലവർ വെക്കുന്ന ആര് വാക്ക് കൊടുത്തു പറ? മിസ്റ്റർ ഗുപ്ത മാഗിക്ക് വാക്ക് കൊടുത്തു. മാഗി വാസ് വെരി ഹാപ്പി ടു ഹിയർ ദിസ് ഫ്രം മിസ്റ്റർ ഗുപ്ത. ഇത് മിസ്റ്റർ ഗുപ്തയുടെ അടുക്കൽ നിന്ന് കേട്ടപ്പോൾ മാഗിക്ക് വല്ലാത്തൊരു സന്തോഷമായി മക്കളെ, സന്തോഷമായി. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇനി ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ സ്റ്റോറി മൊത്തം സ്റ്റോറി ലൈൻ ഒന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ ഷോർട്ട് സമ്മറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഒരു ഷോർട്ട് സമ്മറി ചെയ്തിട്ടുണ്ട് +2 ഇമ്പ്രൂവ്മെൻ്റ് ഇതിൽ. ഞാൻ വീണ്ടും ഒരു ഷോർട്ട് സമ്മറി ആയിട്ട് നമുക്കുണ്ടാവില്ലേ, അത് ഞാൻ വീണ്ടും തരേണ്ട, എക്സാം ഓറിയൻറ്റഡ് ഞാൻ തരേണ്ട കേട്ടോ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, ഈ ഒരു നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്തിട്ട് അല്ലേ, പെട്ടെന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഷടപടയിച്ചിട്ടാട്ടോ ഓരോരോ ചാപ്റ്റേഴ്സും ഡേ ബൈ ഡേ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്. ബൈ.